ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും സഞ്ജിത്തും കൂടിയിട്ട് ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുറേ ദിവസമായിട്ട് കല്യാണവും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ചുമയും ജലദോഷവും തൊണ്ടയിൽ കിരിക്കിരി കിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനും സഞ്ജുവും കൂടിയിട്ട് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ, മെയിൻലി എനിക്കാണെങ്കിൽ അങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് മട്ടൻ സൂപ്പ് കുടിക്കാനായിട്ട് തോന്നിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു ഇതാണ്, മട്ടൻ സൂപ്പ് കഴിച്ചാൽ ആ ഒരു കഫ് ആൻഡ് കോൾഡൊക്കെ പോകുന്നുള്ള ഒരു ഇത്. നല്ല ചൂട് അത് നല്ല പുറത്ത് നല്ല മഴയല്ലേ, അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എവിടെ ഞങ്ങൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പീരിയൽ കിച്ചണിലോട്ടാണ് പോയത്. ഇമ്പീരിയൽ കിച്ചണിൽ പോകാനായിട്ട് എനിക്കൊരു റീസൺ ഉണ്ട്. ഇമ്പീരിയൽ കിച്ചണിൽ എനിക്ക് ഫേവറേറ്റ് ഒരു ഡിഷുണ്ട്, ഡൈനാമിക് ചിക്കൻ എന്ന് പറയും. അവിടുത്തെ ഒരു ഹൈലൈറ്റാണ് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. അതും വരും വഴിക്ക് കാണാം നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഇമ്പീരിയൽ കിച്ചണിൽ പോയപ്പോൾ അവിടെ ഈ വെൺപാലവട്ടം, ട്രിവാൻഡ്രം വെൺപാലവട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നമുക്ക് പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് തൊട്ടപ്പുറത്ത് ഇവരുടെ പുതിയൊരു ഇമ്പീരിയൽ കിച്ചൺ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. വളരെ വലിയ ഇതിലാണ് കേട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. മറ്റ് അതിൻ്റെ തൊട്ടടുത്ത് പഴയ ഇമ്പീരിയൽ കിച്ചണും വലുത് തന്നെയാണ്, അതിനെക്കാട്ടി എത്രയോ വലുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ വന്നപ്പം. ഞങ്ങളൊരു ഏകദേശം ഒരു 2-2:45 മണിയായി അവിടെ എത്തിയപ്പോൾ തന്നെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് അത്രയും നേരം വീട്ടിൽ ഇരുന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് കഴിക്കണമെന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാർട്ടറായിട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ സൂപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നാടൻ ആട്ടിൻ സൂപ്പ് തന്നെയാണ്. അതിലൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു സൂപ്പായിരുന്നു കേട്ടോ. നല്ല ചൂട് പാറിയിട്ട് വരുന്നത്. പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2/1 സംതിങ് ആണ് എടുത്തതെന്ന് തോന്നുന്നു. സഞ്ജിത്താണ് ഓർഡർ കൊടുത്തത്. പിന്നെ അതിൽ നല്ല കുരുമുളക് ഇട്ട് അങ്ങനെ കുടിക്കാനാണ് അത് ഭയങ്കര ടേസ്റ്റെന്ന് എനിക്കതാണ് ഇഷ്ടം. കാരണം തൊണ്ടയിൽ ആ കിച്ചൊക്കെ മാറണമെങ്കിൽ. പക്ഷെ സത്യം പറയാലോ, അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും എനിക്ക് പറഞ്ഞറിയിക്കാനേ എനിക്കറിയത്തില്ല. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ 2:45 മണിക്കാണല്ലോ ഞങ്ങൾ പോയത്. അപ്പോഴേക്കും ഇവിടെ ഹൗസ് ഫുള്ളായിരുന്നു. നമുക്കൊന്ന് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ക്യൂ മീൻസ് ഞങ്ങൾ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഞങ്ങളെ കയറ്റി. പക്ഷേ ഞങ്ങൾക്ക് മുന്നേ വന്ന ആൾക്കാർ അവിടെ വെയിറ്റിങ്ങിൽ ഇരിപ്പുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റി. പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കാനൊന്നും നമുക്കങ്ങനെ വന്നില്ല. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ അവർ കൊണ്ടു തന്നു. സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓർഡർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജിത്തിന് ഇങ്ങനത്തെ ക്രീമി ടൈപ്പും, എനിക്ക് ക്രീമി ടൈപ്പ് ഇഷ്ടമാണ്. പക്ഷെ നാടൻ ഫുഡിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പം ഇന്ന് മൊത്തം സഞ്ജിത്തിൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തു. കാരണം കുറേ നാളായിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട്, കാരണം ഇപ്പോൾ കല്യാണവും തിരക്കും ഒക്കെ ബഹളമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് നാളായിട്ട് പുറത്തോട്ടൊക്കെ പോകുക വളരെ കുറവാണ്. അപ്പോൾ സഞ്ജിത്ത് എന്താണ് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാസ്ത അൽഫ്രെഡോ എന്ന് പറയുന്ന ചിക്കൻ വരുന്ന പാസ്ത വൈറ്റ് ക്രീമിയാണ് വന്നത്. പിന്നെ ബട്ടർ നാൻ ഒരു സെറ്റ് ഞാൻ ഓർഡർ ചെയ്തു. പിന്നെ ബട്ടർ റൊട്ടി ഓർഡർ ചെയ്തു. കാരണം എനിക്ക് ബട്ടറായിട്ട് വരുന്ന ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇന്നൊരു ചീറ്റ് ഡേ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് ചീറ്റ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് വയറ് നിറച്ച് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണമെന്നാണ്. ഇതാണ് കേട്ടോ ഡൈനാമിക് ചിക്കൻ. ഇതിവിടുത്തെ ഹൈലൈറ്റാണ്. ഇതിൻ്റെ റെസിപ്പി അറിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് സത്യം പറഞ്ഞ ഇമ്പീരിയൽ കിച്ചണിൽ ഞാൻ പോകുന്നത് തന്നെ. കോസ്റ്റ് വൈസ് നോക്കിയാലും ബഡ്ജറ്റ് തന്നെയാണ്. പക്ഷേ ക്വാണ്ടിറ്റി അതിനനുസരിച്ചുണ്ട്. 2 പേർക്ക് കുശാലായിട്ട് കഴിക്കാനുള്ളത് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതെല്ലാം നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഡയറ്റും കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്കൊന്നും മനസ്സനുവദിച്ചതേ ഇല്ല. സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ആദ്യം ഞാൻ നിന്നത്. എനിക്ക് പല ചിന്തകളാണ് വന്നത്. ആദ്യം നാടൻ ഫുഡ് കഴിക്കണോ, എന്ത് കഴിക്കണം. പക്ഷെ എന്തായാലും ഞാൻ എവിടെ ആയിരുന്നാലും സൂപ്പ് കഴിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം എനിക്കിന്ന് അത്രയ്ക്ക് ഞാൻ
ഒട്ടും വയ്യാത്തൊരു സ്ഥിതിയിലാണ് ഇരുന്നത് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ പാരഗണിൽ പോകും. പിന്നെ എനിക്ക് പാരഗണിനോട് വലിയൊരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ ലുലു മോളിൽ പോയി പിന്നെ അത് അവിടെ മുകളിൽ കയറി അത് ഓർഡർ ചെയ്ത് അത് കഴിക്കാനുള്ള ഒരു സമാധാനം എനിക്കില്ലാത്ത ഒരു സ്ഥിതിയായിപ്പോയി. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഒരു ഇമ്പീരിയൽ കിച്ചൺ സഞ്ജിത്ത് പറഞ്ഞത്, അമ്മ നമുക്കിവിടെ പോകാം. അതുമാത്രമല്ല, ഇമ്പീരിയൽ കിച്ചണിലെ ഡൈനാമിക് ചിക്കൻ എന്നെ പരിചയപ്പെടുത്തി തന്നതും എൻ്റെ 2 ബെസ്റ്റീസ് ആയിട്ടുള്ള ദീപ്തിയും രശ്മിയൊക്കെയാണ് കേട്ടോ. അവരുടെ കൂടെ പോയിട്ടാണ് ഞാനിത് ഫസ്റ്റ് ടൈം ഞാനിത് കഴിക്കുന്നത്. അപ്പം തൊട്ട് എനിക്ക് ഇതൊരു എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഡിഷായിട്ട് മാറിയതാണ് ഇമ്പീരിയൽ കിച്ചണിലെ ഈ ഒരു ഡൈനാമിക് ചിക്കൻ. അപ്പോൾ ഇമ്പീരിയൽ കിച്ചണിൽ പോകുന്നവർ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. അവിടുത്തെ ഒരു ബെസ്റ്റ് ഡിഷാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒറ്റായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി സ്പൈസിയൊന്നുമല്ല, എരിവും അല്ല പുളിവും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ ഒരു ഡൈനാമിക് ചിക്കൻ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ സെർവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ കൊണ്ടുവന്ന് ഫുഡ് വിളമ്പുന്നതും എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സമാധാനമാണ്. അവിടുത്തെ ഒരു വൈബ് ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സഞ്ജിത്തിൻ്റെ ബർത്ത്ഡേ ഞാൻ എൻ്റെ സഞ്ജിത്തിൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ആഘോഷിച്ചത് തൊട്ടടുത്ത ഇമ്പീരിയൽ കിച്ചണിൽ, അതായത് പഴയ ഇമ്പീരിയൽ കിച്ചണിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം ഇവിടെ ഒരു അറൗണ്ട് ഒരു 200 പേർക്ക്, 200 ഒന്നുമല്ല അതിനും മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ പാരഗണിലൊക്കെ പോയിട്ട് കാണുന്ന അതിനെക്കാട്ടിലൊക്കെ വലിയ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ഡെസർട്ടൊന്നും പരീക്ഷിച്ചില്ല കേട്ടോ. എനിക്ക് അതിനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ലുലു മോളിൽ പോകണമായിരുന്നു. പിന്നെ വണ്ടി പാർക്കിംഗ് ചെയ്യാനായിട്ട് കുറച്ച് പാടുപെട്ടു. പിന്നെ അവർ തന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ കീയൊക്കെ മേടിച്ചുകൊണ്ട് പോയി അവർ തന്നെ കൊണ്ടത് പാർക്കിങ്ങിൽ ഇട്ട് തന്നായിരുന്നു. ഒരു ടോക്കണും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ടോക്കണൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ തന്നെ എടുത്തു വണ്ടി. പക്ഷെ എന്നാലും ഇച്ചിരി എനിക്ക് ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. കാരണം നല്ല ക്രൗഡായിരുന്നു. എന്താണ് ഇന്ന് വിശേഷമൊന്നും എനിക്ക് പിടിയില്ല. പക്ഷെ നല്ല ക്രൗഡായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. 3 പടി വരെ അടുക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടാണ് ഇമ്പീരിയൽ കിച്ചൺ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ലുലു മോളിലാണ്. അപ്പോൾ സഞ്ജിത്ത് ഞാനും കൂടി ചെറിയൊരു ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജിത്ത് എന്നോട് ചോദിച്ചു, എന്തിനാ അമ്മ ലുലു മോളിൽ പോണേ? ഞാൻ എനിക്ക് 2-3 സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്ടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആക്ച്വലി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജിത്ത് രാവിലെ പറഞ്ഞു അമ്മ ഫ്രണ്ട്സിൻ്റെ കൂടെ ലുലു മോളിൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പം പോണ്ട, കാരണം എനിക്ക് വയ്യാതിരിക്കുന്നു, പിന്നെ എനിക്ക് അവനെ പിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവൻ്റെ ആ ചോയ്സിൽ തന്നെ ഞാൻ എത്തും എന്നുള്ളത് വേറൊരു കാര്യം, അത് എത്തിപ്പോവും. അങ്ങനെ ലുലു മോളിൽ പോയി ഞങ്ങൾക്കൊന്ന് കയറിയതും എൻ്റെ ഈ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഡ്രസ്സ് കണ്ടാൽ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഭ്രമമാണല്ലോ അല്ലേ, എന്നെ പോലെ തന്നെ ആയിരിക്കും എന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഓഫറിനൊക്കെ ഒരുപാട് ക്ലോത്ത്, പക്ഷേ അറൗണ്ട് ഒരു 2000 റേഞ്ച്, 1000 റേഞ്ച്, 1500 റേഞ്ചൊക്കെയാണ് അവിടെ കിടക്കുന്ന ഡ്രസ്സൊക്കെ. പിന്നെ അതിന് 50%, 60% ഒക്കെ ഓഫർ ഇട്ടിട്ടുണ്ട്. പിന്നെ സാരീസൊക്കെ ഞാൻ പോയി, ഞാനിപ്പോൾ എടുത്തേക്കുന്ന സാരി തന്നെ അറൗണ്ട് 3000 5000 റുപ്പീസൊക്കെ ഉണ്ട്. കോട്ടൺ സിൽക്ക്, അങ്ങനെ കാഞ്ചീപുരം അങ്ങനത്തെ സാരീസൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാത്തരം സാരീസും ഉണ്ട് കേട്ടോ. എനിക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മിക്ക സാരീസും നിങ്ങൾ കണ്ടാലും ഈ ഒരു കളറായിരിക്കും. ഞാൻ എവിടെ പോയാലും ഈ കോഫി ബ്രൗൺ, ചോക്ലേറ്റ് കളറ്, വൈൻ റെഡ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളേഴ്സാണ്. പിന്നെ എനിക്ക് ഈ കോട്ടൺ സാരീസും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനും 10,000-4000 രൂപ, കാരണം അത് ഹാൻഡ്ലൂമിൻ്റെ സാരി ആയിരുന്നു കേട്ടോ ആ മഞ്ഞ കളർ കണ്ടത്. അപ്പോൾ അതും ഞാൻ നോക്കിയിട്ടങ്ങ് വെച്ചു. എനിക്ക് മേടിക്കാനുള്ള ഒരു ബഡ്ജറ്റൊന്നും ഇന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുർത്ത സെക്ഷനിലൊക്കെ പോയി. ഇപ്പം ഞാൻ എടുത്ത ഒരു ഗ്രീൻ കളർ കുർത്ത വന്നിട്ട് 2400 സംതിങ് ആയിരുന്നു അതിൻ്റെ വില വരുന്നത്. കുറേ നാളായിട്ട് കഫ്താനും നോക്കി നടപ്പുണ്ട്. എൻ്റെ ഒരു കംഫർട്ടിന് കിട്ടുന്ന ഒരു കഫ്താൻ, പക്ഷെ കിട്ടുന്നില്ല. ഇനിയിപ്പം ഞാൻ മാനുവലായിട്ട് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അങ്ങനെ അതായത് ഇതിൻ്റെ പ്രൈസ് ടാഗ് ആട്ടോ ഞാനടുത്ത് കാണിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി. സഞ്ജിത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാട്ടോ ഏലാഞ്ചിയോ എന്ന് സംതിങ്, ഈ ഒരു മലബാർ സ്നാക്ക്. പിന്നെ ഞാനൊരു കോഫി കുടിച്ചു. എനിക്ക് ഈ ഒട്ടും സുഖമില്ലാതിരുന്നതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ചൂടായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് കഴിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും ഈ കോഫി മേടിച്ച് കുടിച്ചു. കാരണം സഞ്ജിത്തിന് കോഫിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീട്ടിലായിരുന്നാലും അവൻ കോഫി ഇട്ടായിരിക്കും. ഇപ്പോഴാണ് കുറേ കാലമായിട്ട് നമ്മളിപ്പോൾ അങ്ങനെ മിൽക്ക് പ്രോഡക്റ്റ്സ് ഒന്നും വളരെയധികം യൂസ് ചെയ്യാത്തത്. മുന്നേ ഒത്തിരി നമ്മളിങ്ങനെ ചായയും കോഫിയും ഒക്കെ എടുക്കുമായിരുന്നു. ആ 2 ഏലഞ്ചി അവൻ തന്നെ കഴിച്ചു. എനിക്ക് പിന്നെ ഒന്നും കഴിക്കാനുള്ളൊരു ഇതില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് കുറേ നേരം സഞ്ജിത്തിൻ്റെ അടുത്ത് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ ഫ്രണ്ട്സ് എവിടെ നിൽക്കുന്നതെന്ന് വിളിച്ച് ചോദിക്ക്, വേണമെങ്കിൽ പോയി അവരുമായിട്ട് ജോയിൻ ചെയ്ത് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അപ്പോഴേക്കും ഒരു റൗണ്ട് ലുലു മൊത്തം ഒന്ന് കറങ്ങി വരാം. കാരണം എനിക്ക് ഈ പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും ശരീരം വയ്യാത്തൊരു സ്ഥിതിയാണെങ്കിലും എനിക്ക് ഒരിടത്തിരുന്ന് റെസ്റ്റ് എടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം നമ്മൾ ശരീരം അനങ്ങാതിരുന്ന നമുക്ക് ഒരുപാട് അസുഖം വരും എന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. ശരീരം അനങ്ങി അതിൻ്റേതായ രീതിക്ക് അങ്ങ് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ട് കൂടുതൽ ആപ്റ്റാവും. ഇപ്പം ഞാൻ ലുലുവിൽ കണ്ട ഒരു സാധനമാണ് കേട്ടോ, ഈ ഒരു ഫ്ലവേഴ്സ് അവിടുത്തെ ഹൈലൈറ്റ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എവിടെ നോക്കിയാലും ഈ ഒരു പച്ച കളർ മരവും ഈ ഒരു ഓറഞ്ച് കളർ മരവും മാത്രമാണ് അവിടെ ഇപ്പോൾ കാണാൻ പറ്റുക. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് അവർ വെച്ചേക്കുന്നത്, ആ ഒരു ട്രീ ഇരുന്ന് ചിരിക്കുന്നത്, പക്ഷെ കുട്ടികളൊക്കെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യും. പിന്നെ ഞാൻ വീണ്ടും നടന്നു. എനിക്ക് ടോയ് സെക്ഷനൊക്കെ പണ്ടേ ഭയങ്കര ആരമുള്ള ഒരു സംഭവമാണ്. പിന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ബുദ്ധയുടെ ഒരു പ്രതിമ കണ്ടിട്ടാണ് നേരെ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ട്. ഇതൊക്കെ ഇപ്പം വന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ ഒരു ഐറ്റംസൊക്കെ ഇവിടെ കണ്ടിട്ട്. എത്ര ദിവസമായെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇതിന് മുന്നേ വന്നപ്പോൾ ഒന്നും ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല. ഇതിൽ ഒരുപാട് ആൾക്കാർ, സ്പൈഡർമാൻ തൊട്ട് ഇപ്പോൾ ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് പണ്ടത്തെ ഹീമാനും സൂപ്പർമാനും അവരെയൊക്കെ മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവരൊക്കെ ഇതിലുണ്ടും താനും. പിന്നെ ആംഗ്രി ബേർഡ്സ്, ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ. പിന്നെ ടെമ്പിൾ റൺ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ എന്തൊക്കെയാണെന്ന്. അപ്പം നിങ്ങൾക്ക് വിഷ്വലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആരൊക്കെയാണ് അതിൽ ഇരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ, ഏതൊക്കെ കാർട്ടൂൺ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ കോമിക്കിൽ വരുന്ന ആൾക്കാരാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് വാളിൽ തൂക്കാനായിട്ട് ഞാൻ ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ കൃഷ്ണൻ്റെ രാധയുടെയും പ്രതിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഇച്ചിരി നല്ല വിലയുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ അതിന് ശേഷം ഇതെല്ലാം കറങ്ങിയടിച്ച് ഞാൻ നേരെ നമ്മുടെ മഫിൻ ഹൗസിലോട്ടാണ് താഴെ വന്നത് കേട്ടോ. അവിടെ വന്നിരുന്ന് വീണ്ടും ഒരു ചായ ഞാൻ കുടിച്ചു. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും എനിക്കിത് തന്നെയാണോ ജോലി ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെയധികം മോശമായത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പാനിക്കായിട്ട് തോന്നും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമയം പോണ്ടേ അവിടെ ഇരുന്നിട്ട്. കാരണം സഞ്ജിത്ത് വരാൻ തന്നെ ഒരുപാട് ലേറ്റാവും എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. ഇതൊരു ഫിൽറ്റർ ചായ ആയിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ചൂടിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഫ്ലാസ്കൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ ഫ്ലാസ്ക് കഴിഞ്ഞ ഒരു 3 months ബാക്ക് സഞ്ജിത്തിന് ഫീവർ വന്ന് കൊടുത്തു വിട്ടു. അങ്ങനെ സഞ്ജിത്ത് അതുകൊണ്ട് കളഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങൾ പുറത്തോട്ട് ഒരു 7:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോഴേക്കും ഇപ്പം നേരത്തെ ഇരുട്ടുമല്ലോ. അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അതായത് ഞങ്ങൾ ലുലു വന്നൊന്ന് കാണിക്കണ്ടേ നിങ്ങളെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ സഞ്ജിത്തിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത ഒരു എപ്പിസോഡിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.